നമ്മളിന്ന് റോട്ടക്കിൻ്റെ ലാമിനാർ എയർ ഫ്ലോ ക്യാബിനറ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് 2 മോഡൽ ലാമിനാർ എയർ ഫ്ലോ ക്യാബിനറ്റുകളാണ് ഉള്ളത്. ഒന്ന് ഹൊറിസോണ്ടലും മറ്റൊരു വെർട്ടിക്കലും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് ഹൊറിസോണ്ടൽ മോഡൽ ലാമിനാറാണ് ഉള്ളത്. അപ്പോൾ വെർട്ടിക്കലാണെങ്കിലും ഹൊറിസോണ്ടലാണെങ്കിലും രണ്ടിൻ്റെ ഓപ്പറേഷനൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ അതിൻ്റെ യൂസുകളാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഹൊറിസോണ്ടലാണ് ഉള്ളത്. ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. പിന്നെ ഒരു എയർ ഫ്ലോ സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ യു വി ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലൂറസെൻറ്റ് ട്യൂബിൻ്റെ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ ഫ്ലൂറസെൻറ്റ് ട്യൂബിൻ്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അകത്തുള്ള ലൈറ്റ് ഇല്യൂമിനേഷൻ ഓൺ ആവും. അതുപോലെ തന്നെ യു വി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അകത്തുള്ള യു വി ലൈറ്റ് ഓൺ ആവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു വി ലൈറ്റൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ക്യാബിനറ്റ് ക്ലോസ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ ഈ യു വി റിലേറ്റഡ് ആയിട്ടുള്ള ബേൺസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും ഈ ലാമിനാർ എയർ ഫ്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 15-20 മിനിറ്റ് ഈ യു വി ലൈറ്റ് ഓൺ ആക്കി ഇടണം എന്നാണ് പൊതുവേ പറയാറ്. അതുപോലെ തന്നെ എയർ ഫ്ലോ ഓൺ ആക്കാനായിട്ട് ഈ ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. അപ്പോൾ നമുക്കുള്ളിൽ എയർ വരുന്നത് കാണാം, നമുക്കിവിടെ ഫീൽ ചെയ്യാം. അതുപോലെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് തുറന്നു വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എയർ ഫ്ലോയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും ഒരു 10-15 മിനിറ്റ് ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഉള്ളിലുള്ള എയറൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യും. അപ്പോൾ അതിന് ശേഷമാണ് സാധാരണഗതിയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഐഡിയലി ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അതാണ്. ആദ്യം ഒരു 15 മിനിറ്റ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് യു വി ഓൺ ആക്കിയിടുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് ഈ പറയുന്ന പോലെ എയർ ഫ്ലോയിൽ ഉള്ളിലുള്ള എയറൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഓണാക്കുന്ന കാര്യമാണ് ഐഡിയലി സിനാരിയോസിലൊക്കെ പറയാറ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഫിൽറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ താഴെയാണ് ഇതിൻ്റെ പ്രീ ഫിൽറ്റർ വരുന്നത്. ഇവിടെയാണ് എയർ അകത്തേക്ക് വരുന്നത്. ശേഷം ഫ്രണ്ടിലൂടെ ആ ഫിൽറ്ററിലൂടെ എയർ പുറത്തേക്ക് വരിക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വർക്കിംഗ് ടേബിൾ. നമുക്കറിയാം 304 SS ഈ വർക്കിംഗ് ടേബിൾ. ഈ ടേബിൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡിസിൻഫെക്റ്റ് ചെയ്യുക എന്നുള്ളതും പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഐഡിയലി ഒരു ലാമിനാർ ഫ്ലോ എയർ ക്യാബിനറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്യാനുള്ള മറ്റൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാനോമീറ്ററിനെ കുറിച്ചിട്ടാണ്. ഈ മാനോമീറ്റർ നമ്മുടെ ഫിൽറ്ററിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, പ്രീ ഫിൽറ്ററിനാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഹെപ്പ ഫിൽറ്ററിനാണെങ്കിലും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസാണ്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഓപ്പറേഷനെ കുറിച്ച് വേറൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അനലോഗ് മോഡലാണ്. സ്റ്റാറ്റിക് ഇൻക്ലൈൻഡ് മാനോമീറ്റർ എന്നാണ് നമ്മളതിനെ വിളിക്കുക. അപ്പോൾ അതിന് പകരം ഡിജിറ്റൽ മോഡൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു ഡിജിറ്റൽ സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻ പറയുന്നത്. അപ്പോൾ തന്നെ ഇതൊരു ഹൊറിസോണ്ടൽ ലാമിനാർ ഫ്ലോ ആണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലാമിനാർ ഫ്ലോ ഉപയോഗിക്കുന്ന സിറ്റുവേഷനെ കുറിച്ച് പറയാം. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലാമിനാർ ഫ്ലോ ഇതിനകത്ത് നമുക്കറിയാം, ഇതിനകത്ത് എയർ വരുന്നത് നമ്മുടെ നേരെ ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനാണ് യൂസറെങ്കിൽ, ഞാനാണത് യൂസ് ചെയ്യുന്ന ഒരാളെങ്കിൽ എനിക്ക് അപകടമില്ലാത്ത സാധനങ്ങൾ വേണം ഇതിനകത്ത് വെച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സെമി കണ്ടക്ടർ ചിപ്പിൻ്റെ കാര്യമൊക്കെ എടുക്കുക. ഇപ്പോൾ ചിപ്പിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഒത്തിരി മൈക്രോസ്കോപ്പിക് ലെവലിലാണ് അതിനകത്ത് സർക്യൂട്ടുകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് പുറത്ത് വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഡസ്റ്റൊക്കെ വന്നിട്ട് അത് ഷോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇതുപോലുള്ളൊരു ഹൊറിസോണ്ടൽ ലാമിനാർ ഫ്ലോയുടെ മുമ്പിൽ വെച്ച് അത് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നായിരിക്കും എയർ വരുന്നത്, ശുദ്ധമായിട്ടുള്ള എയർ ഫ്രണ്ടിൽ നിന്ന് വരുന്നു, പുറത്തുനിന്നുള്ള എയർ വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഐഡിയയിൽ ഒരു ഹൊറിസോണ്ടൽ ലാമിനാർ ഫ്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് പ്രൊട്ടക്ഷനാണ് എൻ്റെ മെയിൻ പ്രയോറിറ്റി, അല്ലാതെ യൂസറിൻ്റെ പ്രൊട്ടക്ഷൻ അല്ല. അപ്പോൾ അതും കൂടിയും ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പർച്ചേസിങ് സിറ്റുവേഷനിലേക്ക് വരുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.